ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു, ഹാപ്പി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി കറി ഉണ്ടാക്കാം. പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് മുരിങ്ങക്കായും പരിപ്പും വെച്ചിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് കറി ഉണ്ടാക്കാൻ പോയാലോ. അതിനുവേണ്ടി നമ്മളിതാ മുരിങ്ങക്കായ് നീളത്തിൽ മുറിച്ചത്, അതുപോലെ തന്നെ തക്കാളി, പിന്നെ ഒരു കഷ്ണം സവോള എടുത്തിട്ടുണ്ട്. പൊടിയായിട്ട് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു മുളക് കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എരിവിന് അനുസരിച്ച് മുളക് പൊടി ഇട്ടാൽ മതി എല്ലാവരും. അപ്പോൾ നമുക്കിത് എന്തായാലും ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിനി എന്തായാലും അത് വേവുന്ന ടൈം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ട തേങ്ങ ചിരവിയെടുക്കാം. നമുക്ക് നല്ല ഫൈൻ ടേസ്റ്റായിട്ട് നമ്മുടെ തേങ്ങയും ജീരകവും ചെറുള്ളിയൊക്കെ വെച്ചിട്ട് അരച്ച് നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ മുരിങ്ങക്കായും ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ട്, മുരിങ്ങക്കായും നമ്മുടെ തക്കാളിയൊക്കെ. അപ്പോൾ ഞാനതിൽ പരിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം പരിപ്പ് കുറച്ച് വേവുള്ള പരിപ്പായതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഇട്ടാൽ ചിലപ്പോൾ ഉടഞ്ഞ് പോകും നമ്മുടെ ബാക്കി കഷ്ണങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഈ പരിപ്പ് ഒന്ന് വേവിക്കട്ടെ. ഇതാ, അപ്പോൾ നമുക്കിനി എന്തായാലും പരിപ്പ് വേവിച്ചെടുക്കാം. വേവ് കുറവുള്ള പരിപ്പാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് വേവിക്കാം. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ഇതാ നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് കുക്ക് ചെയ്യാം. കടുക് തളിക്കണം, അതിന് വേണ്ടിയിട്ട് ഇതാ കടുക് ഉണ്ട്, അതുപോലെ തന്നെ ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ നമ്മുടെ വറ്റൽമുളക്, പിന്നെ ഇതാ കറിവേപ്പില, പിന്നെ ഒരു കുറച്ച് നമ്മുടെ വെളുത്തുള്ളി, ഇത്രയും ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് കടുക് തളിച്ചിട്ട് നമുക്ക് കറിയിൽ ഒഴിക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമ്മളതിൽ കടുക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ നമ്മുടെ വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ചെറിയുള്ളി, നമ്മുടെ വെളുത്തുള്ളി കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് കടുക് പിടിച്ചിട്ട് നമുക്ക് തളിച്ച് ഒഴിക്കാം. അപ്പോൾ നമ്മൾ കടുകൊക്കെ തളിച്ച് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ, നമ്മുടെ ആവി പറക്കുന്ന മുരിങ്ങക്കായ് പരിപ്പറി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തെളുപ്പമല്ലേ, പെട്ടെന്ന് കുറച്ച് സംഭവങ്ങൾ കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ചോറിലൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചോളൂ, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ബൈ ബൈ, സീ യു.